ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 187 ദിവസം. ശ്രീമന്നാരായണീയം ഇവിടെ 187 ദിവസത്തിൽ 18 ദശകത്തിൽ 8 ശ്ലോകം ആണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ ശ്ലോകം ആദ്യം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, പിന്നീട് അതിൻ്റെ ഭാഷാഗാനം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം. ഇതി മുഹു വാജിനം ഹരന്തം തം ദേവേന്ദ്രം മുനിവരമണ്ഡലേ വഹ്നൗ ജുഹുഷൗ കമലഭവേ രുന്ധാനേ ക്രതോ സമാപ്തൗ ത്വം സ്വയം സ്വം മധുരിപും സാക്ഷാത് ഐക്ഷധാ. ഇതി മുഹു വാജിനം ഹരന്തം. ഇങ്ങനെ വീണ്ടും വീണ്ടും കുതിരയെ തട്ടിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അപഹരിക്കുന്ന, കക്കുന്ന തം ദേവേന്ദ്രം, ആ ദേവേന്ദ്രനെ, ആ ശക്രനെ,
മുനിവരമണ്ഡലേ മഹർഷിമാര് വഹ്നൗ ജുഹുഷൗ യാഗാഗ്നിയിൽ ദഹിപ്പിക്കാൻ ഹോമിക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ, കാരണം പൃഥു അമ്പും വില്ലും എടുത്ത് ദേവേന്ദ്രനെ തോൽപ്പിക്കാൻ സ്വയമേവ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഋത്വിക്കുകൾ പറഞ്ഞത് അങ്ങ് യാഗത്തിന് ദീക്ഷ സ്വീകരിച്ചേക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ആയുധങ്ങൾ എടുക്കുക, ഹിംസ പാടില്ല, അതുകൊണ്ട് അങ്ങ് കാത്തിരിക്കൂ, ഞങ്ങൾക്ക് അങ്ങയുടെ അമ്പും വില്ലും എങ്ങനെയാണോ ദേവേന്ദ്രൻ്റെ ആ ശക്തിയെ ഇല്ലായ്മ ചെയ്യുക, അതേപോലെ ദേവേന്ദ്രനെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളുടെ ജുഹു സ്രുവം എന്നീ ഈ ഹോമ ദ്രവ്യങ്ങൾക്ക്, ഹോമത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് സാധിക്കും. അവർ തീരുമാനമെടുത്തു. കമലഭവേ രുന്ധാനേ ക്രതോ സമാപ്തൗ, ബ്രഹ്മാവ് വന്ന് തടയുകയും യാഗം അവസാനിക്കുകയും ചെയ്തപ്പോൾ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ദേവേന്ദ്രൻ. ആ മഹർഷിമാരുടെ മന്ത്രശക്തിയുടെ മുമ്പിൽ നിക്കക്കള്ളിയില്ലാതെയായി ദേവേന്ദ്രന്. ദേവേന്ദ്രൻ ബ്രഹ്മാവിനെ പോയി കാക്കൽ വീണു. ബ്രഹ്മാവ് പൃഥു മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തി. ആ യജ്ഞം നിർത്താനായിട്ട് പറഞ്ഞു. 100 യാഗങ്ങൾ കഴിഞ്ഞാൽ ശതക്രതു എന്നാണ് പേര് വരിക. അപ്പൊ ശതക്രതുവിനാണ് ശക്രന്റെ ആ സ്ഥാനം ലഭിക്കുക, ദേവേന്ദ്രന്റെ സ്ഥാനം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആ യാഗം അവിടെ നിർത്താൻ പറഞ്ഞു. അങ്ങനെ 99 യാഗങ്ങൾ പൂർത്തീകരിച്ചു പൃഥു. ഏകോനശതക്രതു എന്ന പേര് ലഭിച്ചു എന്നാണ്. അങ്ങനെ ആ യാഗം അവസാനിച്ചപ്പോ ത്വം സ്വയം സ്വം മധുരിപും സാക്ഷാൽ ഐക്ഷത, അവിടുന്ന് നേരിൽ താൻ തന്നെയായ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷമായി കണ്ടു. പൃഥു മഹാരാജാവ് ആരാണ്? അത് ഭഗവാന്റെ അവതാരമാണ്. അപ്പൊ ഭഗവാൻ തന്നെ ഭഗവാനെ കണ്ടു എന്ന് പറയുന്നു. അപ്പോ പൃഥു ചക്രവർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടി വിസ്തരിച്ചു പറയും, ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ് പൃഥുവായി അവതരിച്ചത് എന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ നമുക്ക് ഈ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി സമർപ്പിക്കാം. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം വഹ്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ രുന്ധാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷധാ സ്വയം സ്വം. ഇനി അതിൻ്റെ ഭാഷാഗാനമായിട്ടുള്ള ശ്രീഹരിയം പാടി സമർപ്പിക്കാം. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. കൂടെ കൂടെ കുതിരയെ മോഷ്ടിക്കുന്നോരായിന്ദ്രനെ യാഗാഗ്നിയിൽ ഹോമിക്കാനായി തീരുമാനിക്കേ. ബ്രഹ്മാവെത്തി തടഞ്ഞു നൽയാഗപൂർത്തി കൈവന്നല്ലോ പൃഥു തന്നെയായ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. നാരായണ 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 ശ്രീവൈന്യമൂർത്തേ. നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു.
സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.